Hi everyone, welcome to a new session on the course Advanced Mechanics of Solids. Today we are discussing about the topic strain energy. Okay, strain energy എന്ന് പറഞ്ഞ ടോപ്പിക്ക് മൊഡ്യൂൾ 4-ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. When an elastic body is loaded externally within the elastic limit, energy is stored in the body. The same energy is released when the load is removed. That energy is called strain energy. അതായത് ഒരു ഇലാസ്റ്റിക് ബോഡി എക്സ്റ്റേണലായിട്ട് നമ്മൾ ലോഡ് ചെയ്യാൻ നേരം വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റിലാണെങ്കിൽ ആ ബോഡിക്കകത്ത് എനർജി സ്റ്റോർ ചെയ്യും. ആ എനർജി നമ്മൾ ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ ആ സെയിം എനർജി തന്നെ റിലീസ് ചെയ്യും. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡിയിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന നേരം ഡീഫോർമേഷൻ ഉണ്ടാവും. ഡീഫോർമേഷൻ ഉണ്ടാവുന്നതിൻ്റെ കണ്ടീഷൻ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ആദ്യത്തെ ക്ലാസ്സിൽ എമോസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഡീഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ അതിൽ ഡീഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ. അതായത് ഈ ഒരു ലോഡ് ഒരു വർക്ക് ചെയ്യുന്നത് കാരണമാണ് ആ ഒരു ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്. ആ വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജി ആ ബോഡി സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ആ ലോഡ് റിമൂവ് ചെയ്യാൻ നേരം ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി അത് റിലീസ് ചെയ്യും. ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് കെ, പി എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്യാൻ നേരം അതിന് ഒരു എക്സ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ആ എക്സ് ഡീഫോർമേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു പി ലോഡ് ഒരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡീഫോർമേഷൻ ചെയ്യുമ്പോൾ ഒരു വർക്ക് ഡൺ ചെയ്യും. ആ ഒരു വർക്കാണത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് ഹാഫ് kx². ആ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് നമ്മൾ പി എന്ന് പറയുന്ന ലോഡ് റിമൂവ് ചെയ്യാൻ നേരം അത് ആ ഒരു എനർജി റിലീസ് ചെയ്താണ് അതിൻ്റെ ഒരു ഇനിഷ്യൽ പൊസിഷനിൽ തന്നെ വരുന്നത്. ഇതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ സ്ട്രെയിൻ എനർജിയുടെ കേസ്. ഓക്കെ, ദെൻ സ്ട്രെയിൻ എനർജി ഓഫ് ഡീഫോർമേഷൻ. സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി ഡ്യൂ ടു ഡീഫോർമേഷൻ കോസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ ലോഡ്. ഒരു എക്സ്റ്റേണൽ ലോഡ് കാരണം ഒരു ഡീഫോർമേഷൻ ആ ബോഡിക്ക് ഉണ്ടാവും. ആ കേസിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് സ്ട്രെയിൻ എനർജി ഓഫ് ഡീഫോർമേഷൻ. അത് ഡീഫോർമേഷൻ്റെ സമയത്ത് എന്തുമാത്രം സ്ട്രെയിൻ എനർജി അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതാണ് സ്ട്രെയിൻ എനർജി ഓഫ് ഡീഫോർമേഷൻ. ഓക്കെ, ഇനി സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് അതിൻ്റെ. സോ വി ഹാവ് ടു കൺസിഡർ എ ബാർ എ ബി which is fixed at the point A and load is applied at the point P എന്ന് പറയുന്ന ലോഡ് ബി എന്ന് പറയുന്ന അതിൻ്റെ അനദർ എൻഡിൽ അപ്ലൈ ചെയ്യാൻ നേരം ഡെൽറ്റ എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. ഡെൽറ്റ ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഇലോങ്ങേഷൻ ഓഫ് ദാറ്റ് ബാർ, ആണ് ഡെൽറ്റ. അതായത് ഈ ഒരു കേസിൽ ഇനിഷ്യലി പി എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്യാൻ നേരം ഈ ബോഡിക്കകത്ത് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ആദ്യം അതിൻ്റെ ഇനിഷ്യൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം അതൊക്കെ ഈ ലോഡ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ഈ ഒരു ബോഡിക്കകത്ത് ഡീഫോർമേഷൻ ഉണ്ടാവുന്ന സമയത്ത് ലോഡ് കൂടുന്നതനുസരിച്ച് ഈ റെസിസ്റ്റൻസ് ഇൻസൈഡ് ദ ബോഡിയും കൂടും. അങ്ങനെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വരുമ്പം ഈ ഒരു പി എന്ന് പറയുന്ന ലോഡിന് ഈക്വലായിട്ട് ഈ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഈക്വലായിട്ട് വരും. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ റെസിസ്റ്റൻസ് ഇൻസൈഡ് ദ ബോഡി വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി എക്സ്റ്റേണൽ ലോഡ്. ആ കേസിലാണ് നമുക്ക് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ ഡീഫോർമേഷൻ എൻഡ് ആവുന്നത്. അതുവരെ ഈ ഒരു ഡീഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോൾ മാത്രമാണോ ഈ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ലോഡിന് ഈക്വലായിട്ട് ഈ ബോഡിക്കകത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്, അതിന് ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് ഈ ഒരു ഡീഫോർമേഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എൻഡ് ചെയ്യുന്നത്. ഡെൽറ്റ ബി ദി ഫൈനൽ ഇലോങ്ങേഷൻ of the bar, delta be the change in length or elongation of the bar. So ആദ്യം ഞാൻ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് ഫോഴ്സ് ഇൻസൈഡ് ദ ബോഡി ഇനിഷ്യലി RI എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇനിഷ്യലി, അതാണ് RI. ഇനിഷ്യലി ബോഡിക്കകത്ത് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഫൈനലി അതായത് ഫൈനൽ ഡെൽറ്റ ഡീഫോർമേഷൻ ഉണ്ടാവുന്ന നേരം റെസിസ്റ്റൻസ് ഫോഴ്സ് ഫൈനലി ഇൻ ദ ബോഡി, അതായത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആകുമ്പോൾ റെസിസ്റ്റൻസ് ഇൻസൈഡ് ദ ബോഡി ഫൈനലി വിൽ ബി ഈക്വൽ ടു RF. RF എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഫൈനലി ഇൻ ദ ബോഡി. ഫൈനൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് F. അതെന്താവും? പിക്ക് ഈക്വൽ ആകുമ്പോഴാണ് നമ്മുടെ ഈ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ഡീഫോർമേഷൻ എൻഡ് ആവുന്നത്. എന്നാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഫൈനലി ഇൻ ദ ബോഡിയാണ് P. സോ അന്നേരം ആവറേജ് റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി 0 ആയിരുന്നു, ഫൈനലി P. സോ ആവറേജ് എന്ന് പറയുന്നത് 0 + P/2.
P/2 ആണ് ആവറേജ് റെസിസ്റ്റിംഗ് ഫോഴ്സ്. 0 plus P/2. So strain energy stored in the body is equal to the work done by this external force. ഈ ഒരു external force P എന്ന് പറയുന്ന external force, ഈ P എന്ന് പറയുന്ന external force എന്തുമാത്രം വർക്ക് ഡൺ ചെയ്യുന്നു ഈ ബോഡിക്കകത്ത്, വർക്ക് ഡൺ ബൈ ദ ബോഡി, വർക്ക് ഡൺ ഓൺ ദി ബോഡി ബൈ ദിസ് എക്സ്റ്റേണൽ ഫോഴ്സ് P. ഈ P ലോഡ് എന്തുമാത്രം വർക്ക് ഡൺ ചെയ്യുന്നു ഈ ഒരു ബാറിനകത്ത്, അതാണ് സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ്. സോ സ്ട്രെയിൻ എനർജി ഈസ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഫോഴ്സ്, ആവറേജ് റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് P/2 ഇൻറ്റു ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇലോങ്ങേഷൻ ഡെൽറ്റ. സോ P/2 ഇൻറ്റു ഡെൽറ്റ. സ്ട്രെയിൻ എനർജി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് U, ക്യാപിറ്റൽ U കൊണ്ടാണ് സ്ട്രെയിൻ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. U ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു ഡെൽറ്റ. സോ സ്ട്രെയിൻ എനർജിയുടെ ഫൈനൽ ഇക്വേഷൻ, സ്ട്രെയിൻ എനർജി U ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡീഫർമേഷൻ. അതാണ് ഹാഫ് ഇൻറ്റു ലോഡ് എന്ന് പറയുന്നത് P ഇൻറ്റു ഡീഫർമേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ. ഇതാണ് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ. സോ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ്, P എന്ന് പറയുന്ന കോൺസെൻട്രേറ്റഡ് ലോഡ് ആണെങ്കിലും സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ, സ്ട്രെയിൻ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ U ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P ഇൻറ്റു ഡെൽറ്റ. അതാണ് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് സ്ട്രെയിൻ എനർജി ആൻഡ് കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ എനർജി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് U, കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി U star. Okay, complementary strain energy. So this is the load deformation diagram for a linear elastic material. ഒരു linear elastic materialന്റെ ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ കർവാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ഡയഗ്രാം എന്ന് പറയുന്നത് ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ ഡയഗ്രാം ഫോർ എ നോൺ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഈ കേസിൽ ലീനിയറും രണ്ടാമത്തെ കേസിൽ നോൺ ലീനിയറുമാണ്. ഓക്കെ, ഈ കർവ് എന്ന് പറയുന്നത് എപ്പോഴും ഏരിയ അണ്ടർ ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി കർവ് ആൻഡ് ദി ഡീഫോർമേഷൻ ലൈൻ. ഈ ഒരു കർവും ഈ ഒരു ഡീഫോർമേഷൻ ലൈനും ഈ ഒരു കർവുമായിട്ടുള്ള എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് സ്ട്രെയിൻ എനർജി. ഓക്കെ, സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദിസ് കർവ് ആൻഡ് ദി ഡീഫോർമേഷൻ ലൈൻ, അതാണ് സ്ട്രെയിൻ എനർജി. അന്നേരം ഏരിയ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് എന്താ ഇവിടെ? ഏരിയ എന്ന് പറഞ്ഞത് ട്രയാങ്കിൾ അല്ലേ? ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇൻറ്റു ദിസ് ഹൈറ്റ് P. സോ ഹാഫ് ഇൻറ്റു P ഇൻറ്റു ഡെൽറ്റ, അത് തന്നെയാണ് സ്ട്രെയിൻ എനർജി. ഓക്കെ, കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി കർവ്, ദിസ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി കർവ് ആൻഡ് ദി ലോഡ് ലൈൻ. ഈ ഒരു കർവും ഈ ഒരു ലോഡ് ലൈനിലുമായിട്ടുള്ള ഏരിയ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ ഒരു ഏരിയ. ഓക്കെ, ഈ U സ്റ്റാർ എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് ആൻഡ് ദി ലോഡ് ലൈൻ റെപ്രസെൻറ്റ്സ് ദി കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി U സ്റ്റാർ. ഓക്കെ, ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ U എന്ന് പറയുന്നത് ഈക്വൽ ടു U സ്റ്റാർ ആയിരിക്കും. നോൺ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ U നോട്ട് ഈക്വൽ ടു U സ്റ്റാർ. ഈ ഫിഗർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാവും ഈ രണ്ട് ഏരിയയും ഈക്വൽ ആണ്, ബട്ട് ഈ രണ്ട് ഏരിയ നോട്ട് ഈക്വൽ ആണ്. ഇവിടെ U ഈക്വൽ ടു U സ്റ്റാർ, ഈ കേസിൽ U നോട്ട് ഈക്വൽ ടു U സ്റ്റാർ. ഓക്കെ, അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് വരെ ഇതിനെ ലോഡ് ചെയ്യുന്നു, ഈ ഒരു പോയിന്റ് വരെ ഇതിനെ ലോഡ് ചെയ്തതിന് ശേഷം ലോഡ് റിമൂവ് ചെയ്യാൻ നേരം അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ, അല്ലെങ്കിൽ ഒറിജിനൽ പൊസിഷൻ അത് റീഗെയിൻ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ. അതായത് ഇവിടെയും നമ്മൾ എന്തുമാത്രം വർക്ക് ചെയ്യുന്നോ ആ വർക്ക് തന്നെ ഇത് റിലീസ് ചെയ്യും, ഇവിടെ റിലീസ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ എത്തും. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ലീനിയർ മെറ്റീരിയൽ ആകുമ്പോൾ ഈ കൊടുക്കുന്ന എനർജി, അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം വർക്ക് ഡൺ ചെയ്യുന്നോ ആ വർക്ക് ഡൺ ചെയ്തത് നമ്മുടെ ലോഡ് റിമൂവ് ചെയ്യാൻ നേരം അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ നേരം അത് ഈ ഒരു U എന്ന് പറയുന്ന വർക്ക് ഡൺ അത് റിലീസ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് കുറച്ചത് ഡീഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് ഉണ്ടാവുന്നു. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാവുന്ന കാരണമാണ് U നോട്ട് ഈക്വൽ ടു U സ്റ്റാർ ആവുന്നത്. അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, ഇനി
ടേംസ് റിലേറ്റഡ് വിത്ത് സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ എനർജി ആയിട്ട് കുറേ ടേംസ് റിലേറ്റഡ് ആയിട്ടുണ്ട്. അതിന് മുമ്പ് റിലേഷൻ ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഈ ഒരു റിലേഷൻ പഠിക്കണം. പഠിച്ചതിന് ശേഷം നമുക്ക് ഓരോ ടേംസ് സ്ട്രെയിൻ എനർജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എന്താണെന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം റിലേഷൻ ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് പഠിക്കേണ്ടത്. സ്ട്രെയിൻ എനർജി ഓൾറെഡി നമ്മൾ പറഞ്ഞു. സ്ട്രെയിൻ എനർജി U is equal to half into P into delta. ഓക്കെ, സ്ട്രെസ് എന്താ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ A, സിഗ്മ ഈസ് ഈക്വൽ ടു P by A. Then strain epsilon is equal to change in length to the original length. ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ ആണ്, ഡെൽറ്റ ബൈ എൽ. സോ ഈ പിക്കും ഈ ഡെൽറ്റയ്ക്കും ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സ്ട്രെയിൻ എനർജി U is equal to ഹാഫ് ഇൻറ്റു പിക്ക് പകരം സിഗ്മ ഇൻറ്റു എ, ദെൻ ഡെൽറ്റയ്ക്ക് പകരം സ്ട്രെയിൻ എപ്സിലോൺ ഇൻറ്റു എൽ. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോൺ. എ ഇൻറ്റു എൽ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, എൽ എന്ന് പറയുന്നത് ഇനിഷ്യൽ ലെങ്ത് എന്തായിരുന്നു, അതായത് എ ഇൻറ്റു എൽ എന്ന് പറയുന്നത് അതിൻ്റെ വോളിയമാണ്. ഓക്കെ, സോ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. ഇതാണ് റിലേഷൻ ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെയിൻ എനർജി ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു വി. സോ നമ്മൾ സ്ട്രെയിൻ എനർജിയെ U ബൈ വി എന്ന, സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു U, ഈ വോളിയത്തെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോൺ, അല്ലെങ്കിൽ വോളിയം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു വി. ഓക്കെ, ഈ ഹാഫ് ഇൻറ്റു ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, സിഗ്മ ഈസ് ഈക്വൽ ടു E ഇൻറ്റു എപ്സിലോൺ. സോ ഈ എപ്സിലോണിന് പകരം നമുക്ക് സിഗ്മ ബൈ E എന്നും എഴുതാം. സോ ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോണിന് പകരം സിഗ്മ ബൈ E ഇൻറ്റു വി. സോ യുവിനെ നമുക്ക്, സ്ട്രെയിൻ എനർജിയെ നമുക്ക് ഹാഫ് ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ E ഇൻറ്റു വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. U ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു വി. അതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ E ഇൻറ്റു വി. ഓക്കെ.